സ്വാഗതം. ടാരോട്ട് ഒറാക്കിൾ ബൈ ഇന്ദിര എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഇന്നും അതുപോലെ 51 അക്ഷരങ്ങളിൽ ഇന്ന് ഭദ്രാദേവിയാണ്. ആ ദേവിയുടെ സന്ദേശം എന്താ നോക്കാം. ചുമതലകൾ നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കപ്പെടും. ഭരണ ചുമതല നിങ്ങളെ അനിയന്ത്രിതനാക്കും. അപ്പോൾ ഇത് ജോലിയുള്ളവർക്ക് റെസനേറ്റ് ചെയ്യണതാണ്. കാരണം ജോലിസ്ഥലത്ത് നിങ്ങൾ ചെയ്ത ജോലി കൂടാതെ കൂടുതൽ ചുമതലകൾ നിർബന്ധപൂർവം നിങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെടും. അപ്പോൾ ഈ ഭരണ ചുമതല കൂടുതലാകുമ്പോൾ നിങ്ങൾ അൺകൺട്രോൾഡാവും, നിയന്ത്രിക്കാൻ പറ്റാതെയാവും. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ നിങ്ങളവിടെ എന്താ ചെയ്യേണ്ടത്? ആത്മസംയമനം പാലിക്കുക. കൂടുതൽ ചുമതലകൾ നിർബന്ധപൂർവം നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള അവസരം വരും. അപ്പോൾ ഈ ഭരണ ചുമതലയൊക്കെ പൊളിറ്റീഷ്യൻസിനാണെങ്കിലും ഓഫീസിൽ ജോലി ചെയ്യേണ്ട ആൾക്കാരൊക്കെ ആണെങ്കിലും അതിപ്പോൾ കുടുംബജീവിതത്തിലാണെങ്കിലും ശരി, കൂടുതൽ കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ഇവിടെ പറയണ അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ നിങ്ങൾ അൺകൺട്രോൾഡ് ആവാതെ ആത്മസംയമനം പാലിച്ച് കൺട്രോൾ ആവണം എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് ജോലിസ്ഥലത്ത് പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ കൺട്രോൾ വിട്ട് നമ്മൾ പെരുമാറുകയാണെങ്കിൽ നമ്മൾക്കാണ് അതിൻ്റെ നഷ്ടം ഉണ്ടാവുക. കമ്പനിക്കോ ഓഫീസിനോ ഒരു നഷ്ടം ഉണ്ടാവില്ല. ഈ വ്യക്തി അല്ലെങ്കിൽ വേറൊരു വ്യക്തി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് നമ്മളെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് ആത്മനിയന്ത്രണം ചെയ്ത് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇവിടെ ദേവിയുടെ സന്ദേശം. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.